പാലായിൽ നിന്ന് വരുന്നു. എൻ്റെ പേര് മാർഗരീറ്റ. ഞാൻ 19-ാം സങ്കീർത്തനം ദിവസവും തന്നെ വായിക്കുന്ന ആളാണ്. ആകാശം ദൈവത്തിൻ്റെ മഹത്വം പ്രഘോഷിക്കുന്നു, വാനവിധാനം അവിടുത്തെ കരവേല വിളംബരം ചെയ്യുന്നു. പകൽ പകലിനോട് അവിരാമം സംസാരിക്കുന്നു, രാത്രി രാത്രിക്ക് വിജ്ഞാനം പകരുന്നു. ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം പോലും കേൾക്കാനില്ല. എന്നിട്ടും അവയുടെ സ്വരം ഭൂമിയിലെങ്ങും വ്യാപിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ അനന്ത മഹിമയെക്കുറിച്ചും സൗന്ദര്യത്തെക്കുറിച്ചുമൊക്കെ ചിന്തിക്കുമായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം ബ്രദർ അത് വ്യാഖ്യാനം ചെയ്തപ്പോൾ പകൽ പകലിനോട് സംസാരിക്കുന്നു, അത് നന്നായിട്ട് മനസ്സിലായിരുന്നു. പക്ഷേ ഇരുട്ട് രാത്രിയോട് സംസാരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അതെന്താണെന്നൊരു പിടുത്തം കിട്ടിയില്ലായിരുന്നു. പക്ഷേ അത് ഈശോയുടെ സാന്നിധ്യമാണ്, ദൈവാത്മാവിൻ്റെയും മനുഷ്യാത്മാവിൻ്റെയും ഒന്നു ചേരലാണ്. അവിടെ സംഭാഷണമില്ല, വാക്കുകളില്ല, ഒരു ക്വയറ്റിലേക്ക് ആത്മാവ് പ്രവേശിക്കുന്നു എന്ന് മനസ്സിലായി. അതുപോലെ തന്നെ 42-ാം സങ്കീർത്തനം 7-ാം വചനം ആഴത്തെ വിളിക്കുന്നു. അങ്ങയുടെ വെള്ളച്ചാട്ടത്തിൻ്റെ ഇരുമ്പൽ കൊണ്ട് ആഴത്തെ വിളിക്കുന്നു എന്ന വചനം വ്യാഖ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ശരീരവും മനസ്സും ആത്മാവും നിറഞ്ഞൊഴുകുകയും ഒരു 4th ഡയമെൻഷനിലേക്ക് ഉയർന്നു പോകുന്ന ഒരു അനുഭവം ഉണ്ടാവുകയും ചെയ്തു. ഞാൻ സന്തോഷത്തിൻ്റെ ആധിക്യം കൊണ്ട് ഞാൻ വിങ്ങിപ്പൊട്ടി കരഞ്ഞുപോയി. പിന്നെ നന്മയും തിന്മയും തിരിച്ചറിയാനുള്ള ഫാക്കൽറ്റി മനുഷ്യാത്മാവിനില്ല, അത് ഉറപ്പിച്ചു മനസ്സിലായി. ദൈവാത്മാവിൽ ലയിക്കുന്നത് വഴി മാത്രമാണ് നമുക്ക് ഈ കഴിവ് ലഭിക്കുന്നതെന്ന്. ഷീപ്പ് എപ്പോഴും ഇഗ്നറൻ്റാണ്, അതുകൊണ്ട് എപ്പോഴും ഷെപ്പേർഡിനാൽ നയിക്കപ്പെടണം. ഇതും എന്നെ ആഴമായി സ്പർശിച്ചു. പിന്നെ പ്രിയപ്പെട്ടവരിൽ നിന്ന് സഹിക്കേണ്ടി വരുമ്പോൾ നാം ഒന്നോർക്കണം, ഈശോ ഇതെല്ലാം അനുഭവിച്ചു. ഈശോ ദൈവപുത്രനാണെന്ന് ആരും തിരിച്ചറിഞ്ഞില്ല. തച്ചൻ്റെ മകൻ മരപ്പണിക്കാരൻ, അത്രമാത്രമേ ജനം അറിഞ്ഞുള്ളൂ. ശിഷ്യന്മാർ തിരസ്കരിച്ചു, ഒറ്റിക്കൊടുത്തു. നമ്മുടെ ജീവിതത്തിലും ഭർത്താവ്, ഭാര്യ, മക്കൾ, സ്നേഹിതർ, ബന്ധുജനങ്ങൾ, അധികാരികളൊക്കെ വേദനിപ്പിച്ചേക്കാം. അപ്പോൾ ഈശോയോടും പരിശുദ്ധാത്മാവിനോടും ചേർന്ന് പ്രാർത്ഥിക്കുക എന്നുള്ള ഒരു വലിയ ഉൾക്കാഴ്ച കിട്ടി. നീതിയുടെ വാതിലായ ഈശോ നമ്മെ രക്ഷിക്കും. പിന്നെ പിശാചുബാധയെക്കുറിച്ച് എനിക്കൊരു കാര്യം പറയാനുണ്ട്, ഒരു അനുഭവം ഷെയർ ചെയ്യാനുണ്ട്. ഞാൻ കുറച്ച് നാൾ ബനാറസിൽ താമസിച്ചു, യൂണിവേഴ്സിറ്റിയുടെ അടുത്ത്. അപ്പോൾ ആ സമയത്ത് അവിടെ ഒരു ആശ്രമത്തിൽ കുറേ യൂറോപ്യൻസ് പ്രാർത്ഥിക്കാനൊക്കെ വരുമായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു യൂറോപ്യൻ ഫ്രണ്ട് ഒരു ജർമ്മൻ ബോയിയെ പിടിച്ചിട്ട് വന്നു. എന്നിട്ട് പറഞ്ഞു, ഈ പയ്യൻ 14 വർഷമായി വീട് വിട്ടിട്ട്, ഹീസ് ഓൺലി സൺ ഓഫ് എ മില്ലണയർ, വലിയൊരു ധനികൻ്റെ ഒറ്റ മകനാണ്. ഇവന് 14 വർഷമായിട്ട് ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇയാളുടെ ജോലി ഫ്യൂഷൻ ഓഫ് വെസ്റ്റേൺ ആൻഡ് ഈസ്റ്റേൺ മ്യൂസിക്, പൗരസ്ത്യ പാശ്ചാത്യ സംഗീതം യോജിപ്പിക്കുക, എന്നിട്ട് പ്രോഗ്രാംസ് നടത്തുക. അപ്പോൾ കൊണ്ടുവന്ന പെൺകുട്ടി എന്നോട് പറഞ്ഞു, ഓരോ പ്രോഗ്രാമും കഴിയുമ്പോൾ 1,00,000 രൂപ വരെയൊക്കെ ഇയാൾക്ക് ഇങ്ങനെ ലാഭം കിട്ടും. അപ്പോൾ അടുത്ത പ്രോഗ്രാം നടക്കുന്നവരെ അതുകൊണ്ട് ജീവിക്കും. പേരൻസുമായിട്ട് ഒരു ബന്ധമില്ല. അപ്പോൾ ഇങ്ങനെ ചുറ്റി സഞ്ചരിച്ച് ജീവിക്കുകയാണ്, ഒരു ഉദ്ദേശമില്ല. അപ്പോൾ ബനാറസിൽ വന്നപ്പോൾ ഈ പണ്ഡകളുടെ അടുത്ത് ഇയാൾ വന്ന് പെട്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ചരസും ഭാങ്കും വെളിവില്ലാത്ത കുറേ മനുഷ്യരുടെ ഇടയ്ക്ക് ചുറ്റിത്തിരിയുന്ന കണ്ടിട്ട് ഈ കുട്ടി പിടിച്ചിട്ട് വന്നാണ് ഇയാളെ. എന്നോട് പറഞ്ഞു, മാ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? പക്ഷേ ഈ മനുഷ്യനെ പയ്യനെ കണ്ടപ്പോൾ എനിക്ക് എൻ്റെ മോൻ്റെ ഓർമ്മയാണ് വന്നത്. എൻ്റെ 2ാമത്തെ മോനെ പോലെ ഇരിക്കുന്നു കണ്ടാൽ. അവൻ്റെ പേര് നോബർട്ട് എന്നായിരുന്നു. അപ്പം എന്നോട് ചോദിച്ചു, എന്തെങ്കിലും എനിക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ ഞാൻ 3 രാത്രിയും പകലും വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ഇരിക്കുമായിരുന്നു. എന്തോ ഒരു ശക്തി എന്നോട് പറഞ്ഞു, ഹോൾഡ് ഹിസ് ഹാൻഡ്സ്. ഞാൻ അവൻ്റെ കൈ പിടിച്ചിട്ട് കുഞ്ഞു പിള്ളേരെ പാട്ട് പാടിക്കുന്ന പോലെ, ജീസസ് സെറ്റ്സ് മീ അബ്സല്യൂട്ട്ലി ഫ്രീ, died upon the Calvary to give me liberty. That's enough to make me sing. That's enough to make me clap, clap, clap your hands. That's enough to make me dance, dance. ഈ പയ്യൻ കൈയടിക്കാനും ഡാൻസ് ചെയ്യാനും തുടങ്ങി. പെട്ടെന്ന് ഇയാളുടെ മുഖഭാവം എല്ലാം മാറി. ആ പ്രാന്തിൻ്റെ ലക്ഷണം മുഖം കാണിച്ചിരുന്നതെല്ലാം മാറി. അയാൾ നോർമലായി. അപ്പം ഞാനോർത്തു, ഇതെന്താ അത്ഭുതം, വെറുതെ ഒരു പാട്ടിന് ഇത്രയും ചെയ്യാൻ പറ്റുമോ?
പാട്ടല്ല, വിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയായിരുന്നു ആ ലിബറേഷൻ സാധിച്ചത്. ആ നൈറ്റിൽ ഇവൻ പോകുന്ന സ്ഥലങ്ങളും വഴികളും എല്ലാം ഞാനിങ്ങനെ കാണുക. എല്ലാ മോശപ്പെട്ട വഴികളും എല്ലാ പ്രമാണങ്ങളിലും ലംഘിച്ച് 3 രാത്രിയും പകലും ഞാൻ ഈ കുട്ടിക്ക് വേണ്ടി റോസറി ചൊല്ലിക്കൊണ്ടിരുന്നു, കണ്ടിന്യൂസ് റോസറി. 3-ാമത്തെ ദിവസം കുളിച്ച് നല്ല മിടുക്കനായിട്ട് സിത്താറുമായിട്ട് വന്നു. എന്നോട് പറഞ്ഞു, മാ അഗൈൻ സിങ് എ സോങ് ഫോർ മീ, ഐ വിൽ സിങ് വിത്ത് യു, ഞാൻ നിങ്ങളുടെ കൂടെ പാടട്ടെ എന്ന് പറഞ്ഞു. ആൻഡ് ദ നെക്സ്റ്റ് മിറക്കിൾ വാസ് ദാറ്റ് ഈ പയ്യൻ 8-ാം ദിവസം പേരൻസിൻ്റെ അടുത്തിലേക്ക് തിരിച്ചു പോയി. അപ്പോൾ അവൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇനി ഒരിക്കലും ഞാൻ പേരൻസിനെ കാണുമെന്ന് ഓർത്തതല്ല, കാരണം അവരെന്നെ ഉപേക്ഷിച്ചതാണെന്ന് ഞാൻ കരുതി, ഞാൻ അവരെ ഉപേക്ഷിച്ചു. ഇപ്പോൾ മാത്രമേ പറഞ്ഞുള്ളൂ തിരിച്ചു പോവുക, അവർ പ്രായമായി കാണും, നീ അവരെ ചെന്ന് ശുശ്രൂഷിക്കുക. ഞങ്ങൾ ഇന്ത്യക്കാർക്ക് മാതാപിതാ ഗുരു ദൈവം എന്നാണ്, അതുകൊണ്ട് മാതാപിതാക്കളെ പോയി നോക്കണം. 8-ാമത്തെ ദിവസം അവൻ പോകാൻ നേരത്തെ എന്നോട് പറഞ്ഞു, മാ വി ഹാവ് നോബഡി ടു ടെൽ സച്ച് തിങ്സ്, സോ വിൽ യു പ്ലീസ് കം വിത്ത് മീ, കൂടെ ചെല്ലാൻ തോന്നുന്നു. ഞാൻ പറഞ്ഞു, ഹാവ് എ ഫാമിലി, ഐ ഹാവ് മൈ ചിൽഡ്രൻ, ഐ ഹാവ് മൈ ഗ്രാൻഡ് ചിൽഡ്രൻ ആൻഡ് ഐ ഹാവ് ടു ഗോ ബാക്ക് ടു കേരള. നെക്സ്റ്റ് ഇയറിലെല്ലാം അവൻ വന്ന് അന്വേഷിച്ച് വന്നു ഞാൻ എവിടെയാണെന്ന്. അപ്പോഴേക്കും ഞാൻ കേരളത്തിലായിരുന്നു. അപ്പോൾ വലിയ പൊസിഷനിലായിരുന്ന ഈ പയ്യൻ കംപ്ലീറ്റ് ഫ്രീ ആയി. ഒരു പാട്ടും 3 ദിവസത്തെ വിശുദ്ധ കുർബാനയുടെ മുമ്പിലുള്ള റോസറി. താങ്ക് യു ജീസസ്.